ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. പല ആളുകളും അതിനുശേഷം ആദ്യം സർക്കാർ പറഞ്ഞത് ആരും പരസ്യമായിട്ട് പരാതികൾ പറഞ്ഞിട്ടില്ല, കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പരാമർശമില്ല, മൊഴി കൊടുത്തവരുടെയും പരാമർശമില്ല, വേട്ടക്കായി ആരോപിക്കപ്പെട്ടവരുടെയും പരാമർശമില്ല. പക്ഷേ പിന്നീട് ഒരുപാട് സ്ത്രീകൾ, സിനിമാ മേഖലയിലുള്ള ഒരുപാട് സ്ത്രീകൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ്. താങ്കളും സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇത്തരം അനുഭവങ്ങൾ, ഓരോ സ്ത്രീയുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ വിഷമം തോന്നുന്നു. അവർ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളപ്പോൾ വല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട്. കാര്യം അത്രയ്ക്കൊക്കെ ക്രൂരമായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു പെണ്ണ് അതങ്ങനെ അനുഭവിക്കുക, ഒരു സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ നമുക്ക് നന്നായി നോക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടമാണ്, സങ്കടകരമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ലൈക്ക് ഒരു 5 to 6 പടങ്ങൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒറ്റപ്പെട്ട ഒരു സംഭവം, അതായത് ഒറ്റ സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താ പറയുക, അതിൻ്റെ ടെക്നീഷ്യൻസ് ആയിരുന്നാലും ആക്ടേഴ്സ് ആയിരുന്നാലും അത്രയും വളരെ നന്നായിട്ട് ഞങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം? എന്തായിരുന്നു മോശപ്പെട്ട സംഭവം? ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ നൈറ്റ് എനിക്കൊന്ന് 12-1 ആ ഒരു സമയത്ത് ഡോറിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും, അദ്ദേഹം ഓടിപ്പോവും. അപ്പോൾ 2-3 പ്രാവശ്യമായപ്പോഴത്തേക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അത് ആരാന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ആളിനെ കണ്ടു. ഞങ്ങൾ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ അവിടെ ഒരു പാർട്ടി എന്തോ നടക്കുന്നുണ്ടായിരുന്നു, മേ ബി കഴിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു എന്താ പറയുക, റിസ്ക്കോ അങ്ങനെയൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ എന്താ പറയുക റൂമിൽ ഒന്ന് തട്ടുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എന്നെ ലൈക്ക് വേറെ ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന് അദ്ദേഹത്തിനോട് പറയുകയോ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ല. പക്ഷെ പിന്നെ കുറേ നാളത്തേക്ക് പടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കങ്ങനെ ഞാൻ ആരെയും അങ്ങനെ വിളിച്ച് ചോദിച്ചു. എനിക്ക് കുറേ നാളത്തേക്ക് പടം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ നിന്നെ വെക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനകത്ത് അതിന് പിറകെ പോയില്ല. സിനിമയിലും വേറെയും മേഖലകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ കാര്യമായിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. പിന്നെ ചൈന ടൗൺ ഒരുപാട് കാലത്തിന് ശേഷം സിദ്ധു പനക്കൽ എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം എന്നെ വിളിച്ചു, ചൈന ടൗണിലേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞായിരുന്നു വൈകുന്നേരം സെറ്റിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ ആ സമയത്ത് എയർപോർട്ടിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചു. ഒരുപാട് നാളിന് ശേഷം കാണുന്നു, അപ്പോൾ വളരെ കാര്യമായിട്ട് സംസാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അപ്സെറ്റായി നടക്കുന്നത് കണ്ടു. ഞാൻ രാമോജി റാവുവിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് അന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഞങ്ങൾ അമ്മയും മകളും റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ 4th day ഞങ്ങൾ ഷൂട്ടിന് വിളിച്ചുകൊണ്ട് പോയി. ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടു. എനിക്ക് വളരെ കൊച്ചിലെ മുതലേ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അനുചേട്ടൻ. അപ്പോൾ അനുചേട്ടൻ പറഞ്ഞു ഇന്ന ആളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മറന്നുപോയി. കാര്യം നമ്മളിതൊക്കെ ഓർത്തിരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ചു. അദ്ദേഹമാണ് നിന്നെ പടത്തിൽ വെക്കേണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, 2 ദിവസം തന്നെ എങ്ങനെ എത്തിയില്ലായിരുന്നു, എന്നെന്താ പറഞ്ഞു വിടാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു ലാൽ സാറ് പറഞ്ഞു അതൊരു പെൺകുട്ടിയാണ്, നമ്മൾ അവളെ തിരിച്ചു വിടുക എന്ന് പറയുമ്പോഴത്തേക്കും അവളെ ഇൻസൾട്ട് ചെയ്താണ് നമ്മൾ വേറെ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ട പെണ്ണാണ്, ആ രീതിയിൽ അവളെ പറയാൻ പാടില്ല, അങ്ങനെ ഒരു കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പാടില്ല, അവൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്, അത് കിട്ടാതാവുമ്പോഴത്തേക്കും അവരെന്തോരം കാൽക്കുലേഷൻസിലായിരിക്കും വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക മനസ്സ് നോവിക്കരുത്, അവളെ അഭിനയിപ്പിച്ച് ഈ സെറ്റിൽ നിന്ന് വിടാവുള്ളെന്ന് ലാൽ സാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ സെറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര പവർഫുള്ളായിട്ടുള്ള നടനാണെങ്കിൽ പോലും നമ്മളെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോൾ വേറെ സൈഡിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് സമയത്തിന് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ സ്പോട്ടിൽ അത് തീർക്കും. താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നത് ഈ നടന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു അതൊക്കെ ഉറപ്പായിട്ടും പറ്റും. കാര്യം അവരാണല്ലോ, കാര്യം ആ ഒരു 45 days അവർ നമ്മളെ കൂടെ കംഫർട്ട് അല്ലെന്നുണ്ടെങ്കിൽ, നമ്മളെ കാണുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വേണ്ടെന്നല്ലേ പറയുള്ളൂ. ചിലപ്പോൾ അയാൾക്ക് ഞാൻ അഭിനയിക്കുന്ന അയാൾക്ക് താല്പര്യമില്ലായിരിക്കും അയാളുടെ ഒപ്പം. സോ അത് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പടങ്ങൾ പോയതാണ്. അതിനുശേഷവും പടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ 2011 കല്യാണം കഴിച്ചു. IPL പ്ലെയർ പ്രശാന്ത് പരമേശ്വരനെ കല്യാണം കഴിച്ചു. ലൈക്ക് ഒരു 6 years ഗ്യാപ്പിൽ പിന്നെയും സുഹൃത്തുക്കൾ വഴി ഞാൻ പടങ്ങൾ ചെയ്തു. തെലുങ്കിൽ സീരിയൽ ഹീറോയിനായിട്ട് ചെയ്തു. സോ
എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ക്രിക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ദിവ്യാങ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ഇന്ത്യൻ വീൽ ചെയർ ക്രിക്കറ്റ്. സോ ഞാൻ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പിറകിൽ അങ്ങനെ പോയിട്ടില്ല. പിന്നെ എനിക്ക് പരിചയമുള്ള നടിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു അവർക്കൊന്നും ഇപ്പോൾ വർക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കില്ലേ ഏതെങ്കിലും നടന്മാരുടെ അനിഷ്ടത്തിന് കാരണമായില്ലേ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ടായിരിക്കില്ലേ? എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല കുട്ടികൾ, ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ന്യൂ ഫേസിനെ വെച്ച് ട്രൈ ചെയ്യാന്നുള്ളതായിരിക്കാം. നമുക്കങ്ങനെ ഒരു ഇൻഡസ്ട്രി അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. ഇൻഡസ്ട്രി നമ്മൾ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല. സിനിമ മേഖല അല്ല, അത് നമുക്ക് പൊതുജനങ്ങൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഇപ്പോഴും സിനിമ ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ഇടപെട്ടു, താങ്കളുടെ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു, പേയ്മെൻറ്റ് ശരിയായി കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് സിനിമാ മേഖലയിലെ ഭൂരിപക്ഷം ആൾക്കാരും നല്ലവരാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഇത്തരം പ്രശ്നക്കാർ, താങ്കൾക്ക് അവസരം നഷ്ടപ്പെടുത്തിയ ഒരു നടനുണ്ട്. അപ്പോൾ ചില ആളുകൾ അവരുടെ പവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ അതിന് ആദ്യം കൊടുക്കണ്ടേ? എനിക്കൊരാളെ ഇഷ്ടമല്ല, ഞാൻ എൻ്റെ പടത്തിൽ വയ്ക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഇന്നത്തെ കേസിൽ ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ഞാൻ ഒരാളുടെയും എന്താ പറയുക ജോലി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. എനിക്കങ്ങനെ ഒരു ശത്രു എന്ന് പറയുന്ന ഒരാൾ പോലും എനിക്കിപ്പോൾ ഇല്ല, ഉണ്ടാവാനും പാടില്ല. കാര്യം വളരെ ചെറിയ ലൈഫാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ആരെയും വിചാരിക്കില്ല, ഞാൻ നഷ്ടപ്പെടുത്തില്ല. പക്ഷേ ഇപ്പോഴും ദേഷ്യവും വാശിയും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരും അങ്ങനെയല്ലേ, നിങ്ങൾക്ക് ദേഷ്യം വരാറില്ല വരും. അപ്പോൾ എൻ്റെ ദേഷ്യം പെട്ടെന്ന് പോകും. നമ്മൾ കുറച്ച് എന്താ പറയുക ചെറിയൊരു പ്രായത്തിൽ തന്നെ ഒരുപാട് ലൈഫ് കണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ശത്രുവില്ല. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ അവർക്കുണ്ടായ ദുരനുഭവം കൃത്യമായിട്ട് വെറുതെ ഒരു അലിഗേഷനല്ല, അവരുടെ അനുഭവമാണ് അവർ തുറന്നു പറയുന്നത്. അത് കാണുമ്പോൾ എന്താണ് താങ്കൾ തോന്നുന്നത്? വളരെ വിഷമം തോന്നുന്നു. കാര്യം അങ്ങനെയൊക്കെ ഒരു കുട്ടി അനുഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ആലോചിച്ച് നോക്കി. എന്താ പറയുക, എൻ്റെ ഒപ്പം എൻ്റെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ ബ്രദർ ഇപ്പം അമ്മയില്ലെങ്കിൽ ബ്രദർ വരുമായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ് തോന്നുന്നത്. ഇനി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താ പറയുക ജെനുവിൻ കേസസിനോടൊപ്പം തന്നെ ചെറിയ എന്താ പറയുക ആളുകൾ പബ്ലിസിറ്റിക്ക് വേണ്ടി വന്ന് നിന്ന് എന്നെ ഈ വലിയ ആൾക്കാരുടെ പേര് പറയുന്നില്ലേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം പല ആൾക്കാരും നമുക്ക് പേഴ്സണലി വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. ആ ആളുകൾ എങ്ങനെ സംസാരിക്കുമെന്ന് നമുക്കറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്കത് എന്താ പറയുക എല്ലാമൊന്നും ജെനുവിനാണെന്ന് എന്നെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. എന്താ പറയുക ഒരു നോർമൽ മനുഷ്യ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ എൻ്റെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവസരം നഷ്ടപ്പെടുത്തി നടന്നെ പിന്നീട് ജീവിതത്തിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ല, കണ്ടിട്ടില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് മാറി, നമ്മുടെ മേഖല മാറി. ഇപ്പോൾ ഇടയ്ക്ക് പടങ്ങൾ ഞാനിപ്പോൾ 6 months US-ഉം 6 months ഇന്ത്യയിലുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാനിവിടെ ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് വരുന്ന വർക്കുകൾ 2 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആ നമ്മളോട് എന്തായിരിക്കും ഇപ്പം പറയാൻ മനസ്സിലുള്ളത്? ഞാൻ ഇതേ പറയുള്ളൂ, ചെറിയ ലൈഫാണ്. വാശിയും വഴക്കും വിദ്വേഷവും ഒന്നും വെക്കാണ്ട് ആരെയും ഉപദ്രവിക്കാണ്ട് ജീവിക്കണം, സിമ്പിൾ. അല്ലാതെ എനിക്കങ്ങനെ ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ദേഷ്യമില്ല, അത് താങ്കളുടെ മനോഭാവമാണ്. പക്ഷേ ആ നടൻ താങ്കളുടെ വളർച്ചയ്ക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ പല മേഖലയിലും, അപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും അതോടൊപ്പം തന്നെ സ്വന്തമായൊരു പാത വെട്ടിത്തുറന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നുള്ളതല്ലേ? ഇനിയും നല്ല കുട്ടികൾ ഒരുപാട് നല്ല കഴിവുള്ള നല്ല കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് മുന്നോട്ട്. അപ്പം എന്താ പറയുക ആരുടെയും ജോലി ഇല്ലാണ്ടാക്കരുത്. അവരഭിനയിക്കുന്നെങ്കിൽ അഭിനയിച്ചിട്ട് പൊക്കോട്ടെ. എന്താ പറയുക അദ്ദേഹം എന്നോട് അനാവശ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ ജോലി നശിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. രാത്രി വന്ന് തട്ടിയത് ഒരു നല്ല കാര്യമായിട്ടും എനിക്കിപ്പോഴും തോന്നുന്നില്ല. പക്ഷെ മുഖത്തോട് നോക്കി എന്ന് വെച്ചാൽ പകൽ വെളിച്ചത്തിൽ വളരെ നന്നായിട്ട് മാത്രം സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ തൊഴിൽ കളയാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാൻ ഓപ്പണായിട്ട് പോയി ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. പുള്ളി ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാനെന്തിനാ ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ല, അത്രയേ ഉള്ളൂ. താങ്കൾ അറിഞ്ഞിട്ടുണ്ട്? പിന്നെ കാര്യം ഇപ്പോൾ ആനിച്ചേട്ടനൊന്നും ഒരിക്കലും നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. 3 ദിവസം ഞാൻ അവിടെ ഇരുന്നതാണ്. അതിനകത്തുള്ള 99% ആളുകളും ഇദ്ദേഹത്തെ പറഞ്ഞായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് വിശ്വസിക്കണം. പക്ഷെ ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചു, എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, അത്രയേ ഉള്ളൂ. താങ്ക് യു. വെറും പുച്ഛം, അത്രയേ ഉള്ളൂ. ഭയങ്കര പുച്ഛമായിരുന്നു എനിക്ക്. ശരി, ആയിക്കോട്ടെ. സിനിമ ഇപ്പം കാണാറുണ്ടോ?
കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു? എനിക്ക് എന്താ പറയുക, സിനിമകൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം നല്ല നടന്മാരാണ്. സ്വഭാവം നമുക്ക് ഇപ്പോഴാണ് കുറേ പേരുടെയൊക്കെ പുറത്തു വരുന്നത്. എന്നും കരുതി അവർ നല്ല നടനാവാതിരിക്കില്ലല്ലോ. പടങ്ങളെല്ലാം കാണും. അവർ നല്ല വ്യക്തികളും ആകണ്ടേ താങ്കളുടെ അഭിപ്രായത്തിൽ? ഉറപ്പായിട്ടും. കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ, പൊടി കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവരുടെ ഹീറോസ് എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇവരാണ്. സിനിമയിലുള്ള നായകന്മാരും എന്താ പറയുക അഭിനേതാക്കളുമാണ് അവരുടെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആവേണ്ടതാണ്. ഇപ്പോൾ എന്താ പറയുക, വളരെ മോശമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. സിനിമയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത, എന്താ പറയുക, ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാത്ത ആക്ടേഴ്സ് വരെ ഇതിൽ അവർക്കും ഈ ബ്ലെയിം വന്നുകൊണ്ടിരിക്കുകയല്ലേ.